ലൈബ്രറിയൻ മരിച്ചതിൽ പിന്നെ വായനശാലയുടെ പ്രവൃത്തി ദിവസങ്ങൾക്ക് ഒരു കൃത്യതയില്ലാതെയായി. എപ്പോൾ തുറക്കുമെന്നോ എപ്പോൾ അടയ്ക്കുമെന്നോ പറയാൻ ആവില്ല. ഒരിക്കൽ അർദ്ധരാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വായനശാലയുടെ ജനാലയ്ക്കൽ മങ്ങിയ വെട്ടം കണ്ടു. ആകാംക്ഷയോടെ പാളി നോക്കിയപ്പോൾ, ദൈവമേ, മഞ്ഞ മെഴുകുതിരി വെട്ടങ്ങളിൽ ഒരു വലിയ അതിഥി സൽക്കാരം നടക്കുകയാണവിടെ. ഒരുപാട് എഴുത്തുകാരെയും കഥാപാത്രങ്ങളെയും കൊണ്ട് ഹാളിലെ ഇരിപ്പിടങ്ങളാകെ നിറഞ്ഞിരിക്കുന്നു. മഞ്ഞ കുപ്പായം ധരിച്ച് ചുരുട്ട് പുകച്ച് ഫെയ്ദോർ ദസ്തോവ്സ്കി, വളഞ്ഞ കാലുള്ള വടിയൂന്നി തകഴി ശിവശങ്കരപ്പിള്ള, തൊപ്പി ഉയർത്തിക്കാട്ടി ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുന്നു പാബ്ലോ നെരൂദ. കോണിച്ചുവട്ടിൽ ചെറുപ്പക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് എം ഗോവിന്ദൻ. റഷ്യൻ, ഇംഗ്ലീഷ്, മലയാളം, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ, പല ഭാഷകളിൽ അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശബ്ദം പുറത്തു വന്നില്ല. ഇടയ്ക്ക് മൂലയിൽ വട്ടക്കണ്ണട ധരിച്ച, ജുബ്ബ ധരിച്ച ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ, അതെ ചങ്ങമ്പുഴ തന്നെ. അയാൾ ഒഴിഞ്ഞ ഗ്ലാസ് ഉയർത്തി എന്തോ വിളിച്ചു പറയുന്നു. അപ്പോൾ അലമാരയുടെ മറവിൽ നിന്നും നിറഞ്ഞ ചഷകവുമായി ഒരു മനുഷ്യൻ അങ്ങോട്ടെത്തി. ആ മഞ്ഞ വെളിച്ചത്തിൽ ഞൊടിയിട ഞാൻ ആ മുഖം തിരിച്ചറിഞ്ഞു. അത് അയാൾ തന്നെ, നമ്മുടെ ലൈബ്രറിയൻ.